ജനകീയ സംവാദത്തെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ കൊച്ചി മേയർ ടോണി ചമ്മണിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ജനാബ് മുഹമ്മദ് ബാബു സേട്ട് അവറുകൾ, ശ്രീ MM അക്ബർ അവറുകൾ, മുസഫ തൻവീർ, മറ്റ് ISMൻ്റെ ഭാരവാഹികൾ, ഇതിൻ്റെ സംഘാടകർ, ഇന്ന് ഈ ജനകീയ സംവാദത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള പ്രിയപ്പെട്ട ISMൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ISM മുൻകൈ എടുത്താണ് ഇന്ന് ചുംബന സമരം ആർക്കാണ് എതിർപ്പ്, എന്തിനാണ് എതിർപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയൊരു ജനകീയ സംവാദം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരമൊരു ജനകീയ സംവാദം നമ്മുടെ നഗരത്തിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ തന്നെ സംഘടിപ്പിക്കേണ്ടതായ ഒരു സാഹചര്യം നവംബർ 2-ാം തീയതി ഇതേ മൈതാനിയിൽ നടന്ന ചുംബന സമരമാണ് അതിന് ആധാരം എന്ന് മനസ്സിലാക്കുകയാണ്. കേരളത്തിലെന്നല്ല, ദേശീയതലത്തിലും അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ചയായ ഒരു ദിനവും ഒരു സമരവുമായിരുന്നു നവംബർ 2-ന് കൊച്ചിയിൽ കണ്ടിട്ടുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ബോധ്യങ്ങൾക്ക്, എൻ്റെ മനസാക്ഷിക്ക് അനുസൃതമായ നിലപാടാണ് ആ സമരവുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കൊച്ചിയുടെ മേയർ എന്ന നിലയിലുള്ള എൻ്റെ ഔദ്യോഗികമായ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന, ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, ഈ സമൂഹത്തിൽ നടക്കുന്നതായ ഒട്ടനവധിയായ അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും കണ്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങളിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിൻ്റെ ജനപിന്തുണയുടെ വ്യാപ്തി ഗുണമാണോ ദോഷമാണോ എന്ന് അളന്നു നോക്കാതെ മനസാക്ഷിക്ക് അനുസൃതമായി അഭിപ്രായം പറയുക എന്ന ഒരു കൃത്യം മാത്രമാണ് ഞാൻ ആ സമരവുമായി നടത്തിയിട്ടുള്ളത്. ആരെല്ലാം അതിൽ സധൈര്യം അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്ന ഒരു കാര്യം, അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ അഭിപ്രായങ്ങൾക്ക് എത്ര കണ്ട് തങ്ങൾക്ക് ഗുണപരമാകും എന്നുകൊണ്ട് മാത്രം അഭിപ്രായം പറയുന്ന ഒരു നാടാണ്. അപ്പോൾ പലപ്പോഴും മനസാക്ഷിക്ക് അനുസൃതമായി അഭിപ്രായം പറയാൻ പലരും വിമുഖത കാണിക്കുന്നു. അവിടെയാണ് എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മനസാക്ഷിയുടേതായ നിലയിലുള്ള ഒരഭിപ്രായം പറയണമെന്ന് തോന്നിയതും ആ സമരത്തിനെ സംബന്ധിച്ച് എൻ്റെ ഒരു വീക്ഷണം ഞാൻ പ്രകടിപ്പിച്ചതും. ഒരുപക്ഷെ അതുകൊണ്ടാണ് എന്നെ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് വിളിച്ചത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ നാം പരിശോധിക്കേണ്ടതായിട്ടുള്ളത് സ്നേഹമെന്നൊരു വികാരത്തെ, ചുംബനമെന്ന ഒരു പ്രകടനത്തെ ആരാണ് എതിർക്കുന്നത്? ഈ ഒരു ചുംബന സമരം എന്ന നിലയിൽ നവംബർ 2-ാം തീയതി ഇവിടെ നടന്ന ആ പ്രതിഷേധത്തിൻ്റെ ആധാരം എന്താണ് എന്ന് നാം ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് നാം വസ്തുതകൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കാതെ ചുംബന സമരം എന്ന ആ സമരത്തിന് ഉണ്ടാകാവുന്ന ഒരു സെൻസേഷണൽ ന്യൂസ് അതിൻ്റെ പരക്കമ്പായില്ലായിരുന്നു എന്നൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ് നാം കണ്ടിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലുള്ള ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് സമരത്തിന് ആധാരം. ആ സംഭവവും ആ സമരത്തെ ജനാധിപത്യപരം അല്ലാതെ നമുക്കൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള നിയമം കയ്യിലെടുത്തുള്ള സമരരീതി, ആ സമരരീതിയോടുള്ള പ്രതിഷേധമായിരുന്നു. തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥകൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന തർക്കമില്ലാത്തൊരു വസ്തുതയാണ്. അതേസമയം തന്നെ നമുക്ക് സമൂഹമെന്നത്, ഈ സമൂഹത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും ചേർന്നുള്ളതാണ് ഈ സമൂഹമെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ പൊതുസ്ഥലങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ സമൂഹവും പൊതുസ്ഥലങ്ങളും എല്ലാവരുടെയും അവകാശപ്പെട്ടതാണെങ്കിൽ എല്ലാവർക്കും അഭികാമ്യമല്ലാത്ത, അംഗീകരിക്കാനാവാത്ത കൃത്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ സമൂഹത്തിൽ നടക്കുന്നത് യുക്തിയാണോ
എന്ന് കൂടി ഉള്ള ഒരു ചിന്തയും ചർച്ചയും നമുക്ക് വേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ കോഴിക്കോട് സംഭവം ആദ്യം നമുക്ക് വാർത്താമാധ്യമങ്ങളിലേക്ക് പുറത്തു വന്ന ചാനലിൻ്റെ പ്രവർത്തകരുമായി സംസാരിച്ചു. എന്താണ് ആ വാർത്തയുടെ ഉള്ളടക്കം, ആ സംഭവത്തിൻ്റെ ഉള്ളടക്കം? കോഴിക്കോട് ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ നേരെ എതിർവശത്ത് പ്രവർത്തിക്കുന്ന ചാനലിൻ്റെ ഓഫീസ് കഴിഞ്ഞ കുറേ നാളുകളായി ആ ഹോട്ടലിൽ നടക്കുന്ന ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കാത്ത അനാശാസ്യകരമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് ഏറ്റവും വ്യക്തമായി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ചാനൽ സംരക്ഷണം ചെയ്തത്. അപ്പോൾ ആ അവകാശം ഞങ്ങൾക്ക് വേണമെന്നാണ് ചുംബന സമരത്തിൻ്റെ സംഘാടകർ പറയുകയാണെങ്കിൽ അത് എന്താണ് എന്ന് വളരെ വ്യക്തമായി നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കോഴിക്കോട് ഡൗൺ ടൗൺ എന്ന ഹോട്ടൽ അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ആ കെട്ടിടത്തിന് ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമുക്കറിയാം കാർ പാർക്കിംഗ് ഏരിയ കാർ പാർക്കിങ്ങിന് മാത്രമുള്ള ഇടമാണ്. അവിടെ ആ ഹോട്ടൽ നടത്തിപ്പുകാർ ആ കാർ പാർക്കിംഗ് ഏരിയയിലും മേശകളും കസേരകളും ഇട്ടൊരു ഇടമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് വരുന്നത് കുടുംബ സദസ്സുകളല്ല, കുടുംബമായി വരുന്ന കസ്റ്റമേഴ്സല്ല, അങ്ങോട്ട് കടന്നു വരുന്നത് യുവമിഥുനങ്ങളായിട്ടുള്ളവരാണ്. അന്ന് ഈ ചാനൽ ഇത് പ്രക്ഷേപണം ചെയ്തപ്പോൾ 7 മിനിറ്റോളം ദൈർഘ്യമുള്ള ഫുട്ടേജാണ് കാണിച്ചിട്ടുള്ളത്. ചാനൽ ഇത് സംരക്ഷണം ചെയ്തപ്പോൾ നമുക്കറിയാം, നമുക്ക് കാണാൻ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ, ഒരുപക്ഷെ ദുരന്തങ്ങളാകാം, അല്ലെങ്കിൽ ലൈംഗികമായ ദൃശ്യങ്ങളാകാം, അതെല്ലാം കാണിക്കുമ്പോൾ നമുക്കറിയാം അത് സ്ക്രീൻ ചെയ്താണ് കാണിക്കുന്നത്. ആ ചാനൽ ഇത് സംരക്ഷണം ചെയ്തപ്പോൾ സ്ക്രീൻ ചെയ്ത് മാസ്ക് ചെയ്താണ് കാണിച്ചത് എന്ന് വരുമ്പോൾ എന്തോ കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോൾ 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യുവതിയും യുവാവും തമ്മിലുള്ള നമുക്കിവിടെ പരസ്യമായി പറയാൻ സാധിക്കാത്ത ക്രിയകൾ നടന്നപ്പോൾ അതിനെ മഹത്വവൽക്കരിക്കാനും അത് അവകാശമാണ്, അത് ഞങ്ങൾക്ക് സ്വതന്ത്രമായി പരസ്യമായി സ്ഥലങ്ങളിൽ ചെയ്യണമെന്ന നിലയിലുള്ള വാദഗതിയെ ഈ സമൂഹം ചർച്ച അംഗീകരിക്കണമോ എന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം അവിടെ വഴിമാറിപ്പോയി. ആ സംഭവത്തെ നിയമപരമല്ലാതെ നേരിട്ട ആ സംഘത്തെ, യുവമോർച്ചയുടെ പ്രവർത്തകന്മാരാണെങ്കിൽ അവർ നടത്തിയ ഹീനകൃത്യം നമുക്ക് അപലപിക്കേണ്ടതാണ്. അതിൽ കേന്ദ്രീകരിച്ച് മാത്രം ഈ സംഭവം യഥാർത്ഥത്തിൽ നടന്ന അനാശാസ്യമായ നടപടികൾ ഇവിടെ മറയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്നേഹവും ചുംബനവും സമൂഹം അംഗീകരിക്കുന്നതാണ്. അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന ചുംബനം, അമ്മ മകന് കൊടുക്കുന്ന ചുംബനം, ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന ചുംബനം, ആർക്കാണ് എതിർപ്പ്? ഇവിടെ കിസ് ഓഫ് ലവ് എന്ന പേരിൽ സംഘാടകർ നടത്തിയത് ലിപ് ലോക്ക് എന്നൊരു ചുംബനമാണ്. നിങ്ങൾ ഒരുപക്ഷെ സൂക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. കിസ് ഓഫ് ലവ് എന്ന പ്രവർത്തകരുടെ പരസ്യങ്ങളിൽ, ബാനറുകളിൽ, ഫേസ്ബുക്കിൽ കാണുന്നത് 2 ചുണ്ടുകൾ തമ്മിൽ ലോക്ക്, ലിപ് ലോക്ക്. അത് പരിശുദ്ധമായ സ്നേഹത്തിൻ്റെതാണോ? സ്നേഹത്തിൻ്റെ ചുംബനവും കാമത്തിൻ്റെ ചുംബനവും അതിൻ്റേതായ ചേഷ്ടകളിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ലിപ് ലോക്ക് എന്ന ചുംബന രീതി പരസ്യമായ സ്ഥലങ്ങളിൽ യഥേഷ്ടം കാണിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ ആ പ്രചരണം സമൂഹമാകെ അംഗീകരിക്കണമെന്നുള്ളതാണോ എന്ന് നാം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഈ ജനകീയ സംവാദവും അത്തരത്തിൽ ഉള്ളതാണ്. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടനവധിയായ സ്നേഹ പ്രകടനങ്ങൾ കാണുന്നവരാണ്. ആർക്കാണ് എതിർപ്പ്? റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രയാക്കുന്ന കുടുംബാംഗത്തെ സ്നേഹ ചുംബനത്തോടെ കയറ്റിവിടുന്ന കുടുംബാംഗങ്ങളെ നാം കണ്ടിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ അക്കരയ്ക്ക് യാത്രയാകുന്ന മകനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന മാതാവ്, മകളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന പിതാവിനെ, കുടുംബാംഗങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരെ നാം കണ്ടിട്ടുണ്ട്. അതെല്ലാം ആ നിലയിലുള്ള വൈകാരികമായ ഒരു പ്രകടനമായി നാം അംഗീകരിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അമ്മ കുഞ്ഞിനെ ചുംബിക്കുമ്പോൾ ലോകത്തെവിടെയാണ് പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്? അതിന് ഏത് സമരസമിതിയുടെ സഹായമാണ് വേണ്ടതായിട്ടുള്ളത്? അപ്പോൾ കിസ് ഓഫ് ലവ് എന്ന സമര സംഘടന, അതിൻ്റെ സംഘാടകർ അവരാരാണെന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ എല്ലാം വ്യക്തിപരമായ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ സംഘാടകരുടെ നമ്മുടെ കുട്ടികൾക്കൊന്നും കാണാൻ അറക്കുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ ആഭാസകരമായ ജീവിതം നയിക്കുന്ന കുറേ ആളുകൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വക്താക്കളെന്ന മേലങ്കി അണിയിച്ച് വരികയും നമുക്കൊന്നും സമൂഹത്തിന് അംഗീകരിക്കാനാവാത്ത ഒരു സംസ്കാരം നമ്മുടെ യുവതലമുറയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഈ സമൂഹത്തിൻ്റെ ധാർമ്മിക രോഷം ഉണരും.
അത്തരമൊരു ധാർമ്മിക രോഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യ നിലയിലുള്ള ഒന്നാണ് ഇവിടെ നടക്കുന്നത്. ഈ ജനകീയ സംവാദം ഇത് നിയമാനുസൃതമാണ്. ഈ സമൂഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിങ്ങളടങ്ങുന്ന എല്ലാവരും അടങ്ങുന്ന രാവിലെ പ്രഭാതമായാൽ അന്ത്യാകുന്നത് വരെ തൻ്റെ വിശപ്പടക്കാൻ, തൻ്റെ കുടുംബങ്ങളെ പോറ്റാൻ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടുന്ന, സാധാരണക്കാർ ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം ഉൾപ്പെടുന്നതാണ് ഈ സമൂഹം. ആ സമൂഹത്തിൻ്റെ ആകെ വികാരം കണക്കിലെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അപലഷണീയമായിട്ടുള്ളത് എന്നൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടിത്വത്തിൻ്റെ പേരിൽ, ശരിയായ ശിക്ഷണം ലഭിക്കാതെ വളർത്തിയതിൻ്റെ പേരിൽ വഴിതെറ്റിപ്പോയ ഏതാനും യുവാക്കളുടേതായ പ്രകടനത്തെ മഹത്വവൽക്കരിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത്. നിർഭാഗ്യവശാൽ ഞാൻ സൂചിപ്പിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയത് ആ നിലയിലേക്ക് മാത്രമാണ്. ഇവിടെ നമുക്ക് സ്വതന്ത്രമായ രാഷ്ട്രമാണ്, സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, യാതൊരു സംശയവും വേണ്ട. പക്ഷേ സമൂഹമെന്നൊന്ന്, പൊതുസ്ഥലമെന്നൊന്ന്, അത് എല്ലാവർക്കും ഇടപഴകാനും എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു ഇടമാണ് എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാനാവുന്ന കാര്യങ്ങളല്ലേ പൊതുസമൂഹത്തിൽ, പൊതു ഇടങ്ങളിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു വലിയ ചിന്ത ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും സമൂഹത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയ ജനവിഭാഗങ്ങൾ ഇതുമായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട വാഗ്മികൾ ഇവിടെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അടിവരായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിർമ്മലമായ പവിത്രമായ സ്നേഹത്തെ ആരെതിർത്താലും അതിനെതിരെ നമ്മൾ നിൽക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കാമത്തിൻ്റെ അംശമുള്ള ആ നിലയിലുള്ള ചേഷ്ടകളുള്ള പ്രകടനങ്ങളെ പൊതുസമൂഹത്തിൽ, പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി വേണമെന്ന് ഉള്ള ഏതെങ്കിലും നിലയിലുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നാം ദൃഢനിശ്ചയം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ നഗരത്തിലുള്ള സൈബർ കഫേകളിൽ, നമ്മുടെ എല്ലാം പല ഷോപ്പിംഗ് കോംപ്ലക്സ് മാളുകളിലും മറ്റും നടക്കുന്ന കാഴ്ചകൾ ഒരുപക്ഷെ ആ മാതാപിതാക്കന്മാർ കണ്ടാൽ, അവരുടെ കുട്ടികളാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടാൽ ഹൃദയം പൊട്ടുന്ന കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് വരണമെന്ന കാഴ്ചപ്പാടാണ് ഇതിൻ്റെ കിസ് ഓഫ് ലവ് പോലെയുള്ള സംഘാടകർക്കെങ്കിൽ അത് അങ്ങനെ വേണമോ എന്ന് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ക്യാമ്പസുകളിലുണ്ടായി മറ്റൊരു രൂപത്തിൽ ഹഗ് ഓഫ് ലവ് എന്നുള്ളതുണ്ടായി. ഒരു കലാലയം, ഒരു വിദ്യാലയം, ആ വിദ്യാലയം പരിപാവനമായി നാം കാണുന്ന ഇടമാണ്. ഒരു വിദ്യാർത്ഥിനിയുടെ വിദ്യ അഭ്യസിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പരിപാവനമായ ഒരു ഇടം. അവിടെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേണ്ടതായിട്ടുള്ളത് ആദ്യം അനുസരണയും അച്ചടക്കവുമാണ് പ്രഥമ പാഠം എന്ന് നാം തിരിച്ചറിയണം. അവിടെയാണ് ആ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, ഇന്നത് വേണ്ട. പക്ഷേ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ പറയുന്നത് ലംഘിക്കുമ്പോൾ ഒരു വിദ്യാലയത്തിനായി വേണ്ടതായിട്ടുള്ളത്, ഒരു വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രഥമമായ കാര്യം അവിടെ ലംഘിക്കപ്പെടുകയാണ്. അച്ചടക്കവും അനുസരണയുമാണ് ആദ്യം ശീലിപ്പിക്കേണ്ടത് എന്നതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അങ്ങനെ ധിക്കാരികളാകുന്ന ഒരു സമീപനത്തെ നാം ആശ്ലേഷിക്കണമോ എന്ന് നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ നാം പരിപാവനമായി കരുതുന്ന ധാർമ്മിക മൂല്യങ്ങളെയും സംസ്കാരത്തെയും അത്തരം ചേഷ്ടകളെയും എല്ലാം ഇതാ പരസ്യമായി ഞങ്ങൾ ലംഘിക്കാൻ വരുന്നു, ഞങ്ങളൊരു അരാജകത്വത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ജനകീയമായ സംവാദങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പുതിയ തലമുറ യഥാർത്ഥ സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായി വളരണം, നേർവഴിയിലൂടെ നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, നന്മയുടെ ധാർമ്മികതയുടെ അംശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അത്തരം വലിയ ബോധവൽക്കരണമാണ് വിവിധങ്ങളായ മതങ്ങൾ അക്കാര്യത്തിൽ മുന്നോട്ട് വെക്കേണ്ടത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു മോറൽ എഡ്യൂക്കേഷൻ്റെ ഏതെങ്കിലും മാതാപിതാക്കന്മാരുടെ പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായി, വളർത്തലിൻ്റെ ഭാഗമായി ആരെങ്കിലും കുട്ടികൾ വഴിതെറ്റിപ്പോവുകയും നമുക്കൊന്നും അഭിലഷണീയമല്ലാത്ത നിലയിലുള്ള പുതിയ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നാം ചർച്ച ചെയ്യേണ്ടത് കുട്ടികളെ മാത്രമല്ല, എങ്ങനെയാണ് പെറ്റ് വീഴ്ത്തിയ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് എന്ന മാതാപിതാക്കന്മാരുടെ കടമയും ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം ചാനൽ ചർച്ചകളിൽ ചോദിച്ചു, ഈ നഗരത്തിൽ ഇന്ന കുടുംബത്തിലെ ഇന്ന വീട്ടിലെ എന്ന് ഐഡൻറ്റിറ്റിയുള്ള ഒരാൾ പോലും ഈ മറൈൻഡറിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാം, എവിടെന്നോ ആരൊക്കെയോ വന്ന് ഇവിടെ നടത്തിപ്പോയി.
ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചുംബനം കൊടുക്കുന്ന രംഗം വന്നപ്പോൾ ഞാൻ ടി വിയിൽ കണ്ടത് ആ ഭാര്യ മുഖം തിരിച്ചു കളയുന്നൊരു ചിത്രമാണ്. ആ ഭാര്യയ്ക്കത് കാണാൻ ടി വി ക്യാമറയുടെ മുമ്പിൽ ഭർത്താവ് ഈ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗം ചുംബിച്ചപ്പോൾ മുഖം മാറ്റിക്കളയുന്നൊരു രംഗം. എന്തുകൊണ്ടാണ് ആ സ്ത്രീ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്? അവരത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. മറ്റൊരു യുവമിഥുനങ്ങളായ ഭാര്യയും ഭർത്താവും ചുംബിച്ചു. ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം, സ്നേഹമാകുന്ന വികാരം പ്രദർശന വസ്തുവാകേണ്ടതാണോ? നമുക്ക് എല്ലാ കാര്യങ്ങളിലും സ്വകാര്യമായി ചെയ്യേണ്ട ഇടങ്ങളുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ കർമ്മങ്ങളെല്ലാം പരസ്യമായി നാട്ടുകാർ കാണേണ്ടതായിട്ടുള്ളതാണോ? സ്നേഹിക്കുന്ന കാമുകിയും കാമുകനും ചെയ്യേണ്ട ചേഷ്ടകളെല്ലാം പരസ്യമായി സമൂഹം കാണേണ്ടതായിട്ടുള്ളതാണോ? ഞാനും നിങ്ങളുമെല്ലാം എല്ലാ ദിവസവും കുളിച്ച് വസ്ത്രം ധരിച്ചിറങ്ങുന്നവരാണ്. ഞാനും നിങ്ങളും പൊതുസ്ഥലത്താണോ കുളിക്കുന്നത്? നമ്മുടെ മുഴുവൻ നഗ്നത കാണിച്ചുകൊണ്ടാണോ കുളിച്ചത് ഇറങ്ങുന്നത്? അപ്പോൾ സ്വകാര്യമായി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സ്വകാര്യമായി തന്നെയാണ് വേണ്ടതായിട്ടുള്ളത്. അതിന് പൊതു ഇടമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ആ പൊതു ഇടം നമ്മുടെ എല്ലാവരുടെയും ചേർന്നിട്ടുള്ളതാണ്. അത്തരം പൊതു ഇടങ്ങളിൽ ചെയ്യുന്ന ചേഷ്ടകൾ പൊതുസമൂഹത്തിന് ബോധ്യമാകുന്നതല്ല എങ്കിൽ അത് പാടില്ല എന്നത് ഒരു പൊതുവികാരമായി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായ ദിശയിൽ നമ്മുടെ മാധ്യമങ്ങൾ ഈ കാര്യത്തെ കാണേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം ശ്രോതാക്കളെ ആ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കിട്ടും എന്നുള്ളത്, ചൂടൻ വാർത്തകൾ എഴുതുമ്പോൾ കൂടുതൽ പത്രങ്ങൾ വായിക്കുമെന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു സമൂഹത്തിന് അഭിലഷണീയമല്ലാത്ത പ്രവണതകൾക്ക് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അത്തരം മാധ്യമങ്ങളെയും ശരിയായ ദിശയിൽ പോകണമെന്ന സന്ദേശം കൊടുക്കാൻ ഇത്തരം സമൂഹങ്ങൾ വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം അഭിപ്രായങ്ങൾ ഒരുപക്ഷെ അപ്രിയമാകാം, പക്ഷേ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ ഞാൻ നിർബന്ധിതനാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാൻ സൂചിപ്പിക്കുന്ന പലരും ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പല സാംസ്കാരിക നയന്മാരും വന്നില്ല. വന്നവരാട്ടെ അനുകൂലിക്കുന്നവരാണ്. ആ അനുകൂലിക്കുന്നവരോട് ഞാൻ വളരെ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിനെ അനുകൂലിച്ച സാംസ്കാരിക നയന്മാർ, ഇതിനെ അനുകൂലിച്ച ജനപ്രതിനിധികൾ തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെയും ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ ചെയ്യണമെന്നൊരു സന്ദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം ജനപ്രതിനിധികൾ തങ്ങളുടെ നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാരെയും ഇത്തരത്തിൽ പരസ്യ ചുംബനം ചെയ്തുകൊണ്ട് അവരുമായി സഹവസിക്കണം എന്നൊരു വിനീതമായ അഭിപ്രായമുണ്ട്. ഇങ്ങനെ നിർഭയമായ ഫേസ്ബുക്കിലൂടെ ഇതിനെ അനുകൂലിച്ച ജനപ്രതിനിധികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ടിനിറങ്ങുമ്പോൾ കൈകൂപ്പി വോട്ട് ചോദിക്കുന്നതിന് പകരം പരസ്യമായി ചുംബിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ആർജവം അവർ കാണിക്കാൻ അവർ തയ്യാറായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് ഫേസ്ബുക്ക് എന്ന സ്വകാര്യ മുറിയിലിരുന്ന് 4 അക്ഷരം കൂട്ടിക്കുറിക്കാൻ എന്തും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പ്രവൃത്തിപഥത്തിൽ കാണിക്കാനുള്ള ആർജവം ആണ് ഇതിനെ അനുകൂലിക്കുന്നവർ ചെയ്യേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത്തരം ജനപ്രതിനിധികൾ പ്രതികരിച്ചപ്പോൾ അവരുടെ സംഘടനയുടെ ഒന്നും പിന്തുണ കാര്യത്തിൽ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ കാണുന്ന ഒന്ന്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞെന്നും വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാനുള്ള ഒരു വ്യഗ്രത നിർഭാഗ്യവശാൽ നമ്മുടെ ഒട്ടനവധിയായ ജനനേതാക്കൾക്കുണ്ട്. അതെല്ലാം വളരെ ഗൗരവമായി അവരെ ശരിയായ ദിശയിൽ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ISM ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ മുന്നേറ്റ് വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഈ നിലപാട് സ്വീകരിച്ചപ്പോൾ എതിർത്തും അനുകൂലിച്ചും എനിക്ക് ഒട്ടനവധിയായ ഫോൺ കോളുകളും മറ്റു ഇമെയിലുകളും വന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് 10 പേർ എതിർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ 1000 പേർ എൻ്റെ നിലപാടിനെ അനുകൂലിച്ചു എന്നുള്ളതാണ് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് ആത്മവിശ്വാസം നൽകിയത്. അപ്പോൾ അതാണ് ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദം. എല്ലാ സമൂഹത്തിലും വ്യത്യസ്തമായ ചിന്താഗതികളുള്ളവരുണ്ട്. എല്ലാ ചിന്താഗതികളെയും നാം സ്വാഗതം ചെയ്യുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദം, എൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം എന്താണ് എന്ന് അറിയാനും അത് ഉൾക്കൊള്ളാനും ഇത്തരക്കാർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സുദീർഘമായി കടന്നു പോകുന്നില്ല. ഈ സംവാദം ശരിയായ ദിശയിലുള്ളതാകണം. നമുക്ക് ആ നിലയിലൂടെ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം സംവദിക്കുമ്പോഴും ഒരു ശക്തിയും നാട്ടിലെ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല എന്നൊരു പ്രതിജ്ഞാബദ്ധമായ നിലപാട് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മോറൽ പോലീസിങ്ങിനെതിരെയുള്ളതായിരുന്നെങ്കിൽ യഥാർത്ഥ ശരിയായ ജനങ്ങൾ അംഗീകരിക്കുന്ന സമരമാർഗത്തിലൂടെ മോറൽ പോലീസിങ്ങിനെതിരെ ശക്തമായ സമരം നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് ISM ഉൾപ്പെടെയുള്ള സംഘടനകൾ ജനാധിപത്യ ശൈലിയിൽ ഈ നാട്ടിലെ മോറൽ പോലീസുകാർക്കെതിരെ രംഗത്ത് വരേണ്ടതായിട്ടുണ്ട്. അതും ആ വഴിയിലൂടെ തന്നെ മോറൽ പോലീസിനെതിരെയുള്ള ശക്തമായ പ്രചരണ പരിപാടികളും സമരങ്ങളും നടക്കുമ്പോൾ അതിന് ജനാധിപത്യ സ്വഭാവം ഉണ്ടാവണം എന്നതും ഒരു സദാചാരത്തിൻ്റെ അംശം ഉണ്ടാകണം എന്ന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു സംഭവത്തിൽ പരസ്യമായൊരു സംവാദം നടത്താൻ തയ്യാറായി വന്ന ISMനെ ഞാൻ അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.
എല്ലാ സംഘടനകളും പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയില്ല എന്ന വളരെ വിചിത്രമായ കാര്യവും ഇക്കാര്യത്തിലുണ്ട്. ഏതായാലും ISM ഇത്തരം നന്മയുടെ ധാർമ്മികതയുടെ വശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇതിൻ്റെ പ്രയാണത്തിനെല്ലാം പിന്തുണയുമുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ നടത്തുന്ന ജനകീയ സംവാദത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നന്ദി, നമസ്കാരം.